ഇതാണ്ട സുന്ദരി ചീര. അപ്പൊ പേര് പോലെ തന്നെ നല്ല സുന്ദരിയായിട്ടുള്ള ചീരയാണ് സുന്ദരി ചീര. കണ്ട ഇതിന്റെ തണ്ടുകളൊക്കെ നല്ല പിങ്ക് കളറാണ്. ഇലകളൊക്കെ കണ്ട നല്ല ലൈറ്റ് പച്ച കളറാണ്. ഞാനപ്പോ ഇത് നട്ടേക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് HDP ഗ്രോ ബാഗിലാണ് നട്ടേക്കണ. കണ്ട അപ്പൊ ചീരയൊക്കെ നടണ ബാഗുണ്ട് വലുത്. അപ്പൊ അതിന് പൊക്കം കുറവായിരിക്കുള്ളൂ. കണ്ട അത് ഒരുപാട് നാള് നമുക്ക് ഇതിൽ ചീര കൃഷി ചെയ്യുകയും ചെയ്യാം. അപ്പൊ ചീര മാത്രമല്ല, നമുക്ക് ഇതിൽ മഞ്ഞൾ, ഇഞ്ചിയൊക്കെ നമുക്ക് ഇട്ടാം. നമുക്ക് വിക്സ്, തുളസി, അതേപോലെ പലതും നടാം നമുക്ക് ഈ ബാഗിൽ. നമുക്ക് ഒറ്റ ബാഗ് മതി. കണ്ട ഇത്ര അധികം ചീരത്തൈ നടാനായിട്ട് ഈ ഒരൊറ്റ ബാഗ് മതി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെപ്പാടെ പറിച്ചൊക്കെ എടുക്കാം. അപ്പം ഈ സുന്ദരി ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ്. പിന്നെ നമുക്ക് വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ. ചട്ടിയിൽ 2 തൈയൊക്കെ വെച്ച് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും. ഇനി പെട്ടെന്ന് പൂ വരൂല. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കും തോറും കുറേ നാൾ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ആദ്യം നട്ട് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും കട്ട് ചെയ്ത് ഒരുപാട് നാൾ വിളവെടുക്കാം. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പം ഞാനിത് നട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് നേരിട്ട് ഈ ബാഗിൽ പാകിയതാണ്. അപ്പോൾ ആ വിത്ത് പാകിയപ്പം റവയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വിത്ത് ഇട്ട് കൊടുത്തത്. അപ്പോൾ ബാഗിൽ അടിവളം ഇട്ട് ഞാൻ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തോളൂ. ചാണകപ്പൊടി മണ്ണ് മാത്രമാണ് ഇട്ടത്, വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കും, എല്ലാ ദിവസവും നനച്ചു കൊടുക്കും. പിന്നെ വേറെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മൾ ചീരകൃഷി ചെയ്യാനായിട്ട്, തിരഞ്ഞെടുക്കാനായിട്ട്. നല്ല വെയിലുള്ള സ്ഥലത്താണ് ഞാനിത് വച്ചേക്കണത്. അപ്പം നമുക്ക് സ്ഥലം കുറവുള്ളവർക്കൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീര നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ഈ ചീരയുടെ വിത്തുകളൊക്കെ നമുക്കിന്ന് മേടിക്കാൻ കിട്ടും. സുന്ദരി ചീരയുടെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് ഈ സമയമാണ് ചീരകൃഷിക്ക് പറ്റിയൊരു സമയം കേട്ടോ. ഈ സമയത്ത് ചീര നമുക്ക് നടാൻ പറ്റിയൊരു സമയമാണ്. നമുക്ക് ഒരുപാട് നാൾ വിളവെടുക്കാം ഈ സുന്ദരി ചീര നട്ട് കഴിഞ്ഞാൽ. പിന്നെ ചീര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കാരണം ഏറ്റവും കൂടുതൽ മരുന്നൊക്കെ അടിച്ച് വന്നത് ഇലക്കറികളിലാണ്. പ്രത്യേകിച്ച് ചീരയിൽ നമുക്കിത് കഴുകിയാൽ വരെയും പോകൂല. അവർ വിളവെടുത്ത് വച്ചിട്ട് വരെ മരുന്ന് സ്പ്രേ ചെയ്യും, കാരണം ഇത് ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പം നമുക്കറിയാലോ, നമ്മളിപ്പോൾ ചീര വിളവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വാടിപ്പോയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കടയിലിരിക്കണ ചീരകളൊക്കെ കണ്ടില്ല, നല്ല സുന്ദരിയായിട്ടിരിക്കണത്. അപ്പം എല്ലാവരും വീട്ടിൽ ചീരയൊക്കെ കൃഷി ചെയ്യണം. നമുക്ക് ഭക്ഷണത്തിൽ ഡെയിലി നമുക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് ഇലക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇലക്കറികൾ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നട്ടു പിടിപ്പിക്കാനുള്ളൂ ചീരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചീരയുടെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലാവരും ചീരയൊക്കെ മേടിച്ച് വീട്ടിൽ നടണം. ചീര വിത്തൊക്കെ മേടിച്ച് വീട്ടിൽ നടണം. നമുക്കൊരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷവും നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ നമുക്ക് വിത്തുകളൊന്നും മേടിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.